സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2026 കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സംസ്ഥാനത്തെ ആദ്യത്തെ കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല. സംസ്ഥാനത്തെ ആദ്യത്തെ കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്തത്. ലോകത്തിൽ ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം. ലോകത്തിൽ ആദ്യമായിട്ട് മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ചത്. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. NIOT ആണ്. NIOT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. അടുത്ത ചോദ്യം: ചിഹ്നഗ്രഹത്തെ വ്യതിചലിപ്പിക്കാൻ നാസ നടത്തിയ ദൗത്യം. ചിഹ്നഗ്രഹത്തെ വ്യതിചലിപ്പിക്കാൻ നാസ നടത്തിയ ദൗത്യം. ഡാർട്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഡാർട്ട്. ലോകത്ത് ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം. ലോകത്ത് ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാനാണ്. ജപ്പാൻ. ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായിട്ട് മാറിയത്. ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായിട്ട് മാറിയത് കുറ്റിച്ചലാണ്. കുറ്റിച്ചൽ. ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമാണ് കുറ്റിച്ചൽ. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ ബഹുമതി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ ബഹുമതി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. കുസാറ്റ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെ? കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയായത്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയായത് ഹാൻകാങ് ആണ്. ഓപ്ഷൻ ബി ഹാൻകാങ്. 2024 സമാധാന നോബൽ സമ്മാനം നേടിയ സംഘടന. 2024 സമാധാന നോബൽ സമ്മാനം നേടിയ സംഘടന നിഹോൺ ഹിൻഡാൻക്യോ ആണ്. നിഹോൺ ഹിൻഡാൻക്യോ. 2024 സമാധാന നോബൽ സമ്മാനം നേടിയ സംഘടനയാണ് നിഹോൺ ഹിൻഡാൻക്യോ. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ പാർവതി ബർവ. ഓപ്ഷൻ ബി
പാർവതി ബർവയാണ് പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനം പപ്പൻ. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? മനു ഭാക്കർ ആണ്. മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പെഞ്ച് ടൈഗർ റിസർവിലാണ്. പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് നിലവിൽ വന്നത്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. ശിവശക്തി പോയിന്റ്. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് എന്താണ്? വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പുനെയിലാണ്. പുനെ. ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ്. ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ് SSLV ആണ്. SSLV ആണ് ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ്. SSLV സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ഏത്? രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന. പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന. രാജ്യത്തെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന. ISRO വിക്ഷേപിച്ച ഏത് റോക്കറ്റിന്റെ മുകൾ ഭാഗമാണ് 2024 തിരിച്ചിറക്കിയത്? ISRO വിക്ഷേപിച്ച ഏത് റോക്കറ്റിന്റെ മുകൾ ഭാഗമാണ് 2024 തിരിച്ചിറക്കിയത്? PSLV C-37. PSLV C-37 മുകൾ ഭാഗമാണ് 2024 തിരിച്ചിറക്കിയത്. PSLV C-37. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം എക്സ്പോസാറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എക്സ്പോസാറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം. ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയം 3. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പോയം 3. പോയം 3. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ 3.
ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകം. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകം ഒഡീസിയസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച വിക്ഷേപണ തറ. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായിട്ട് അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച വിക്ഷേപണ തറയാണ് ധനുഷ്. ഓപ്ഷൻ സി ധനുഷ്. 2024 മാർച്ചില് ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന ഏത് മിസൈലാണ് ഇന്ത്യ പരീക്ഷിച്ചത്? 2024 മാർച്ചില് ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന ഏത് മിസൈലാണ് ഇന്ത്യ പരീക്ഷിച്ചത്? അഗ്നി 5 ആണ്. അഗ്നി 5. ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെയാണ്? ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം കുലശേഖരപട്ടണം, തമിഴ്നാട്ടില് കുലശേഖരപട്ടണം. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗ വിക്ഷേപണ വാഹനത്തിന്റെ പേര്. ISROയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനത്തിന്റെ പേര് പുഷ്പക്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പുഷ്പക്. പുനരുപയോഗ വിക്ഷേപണ വാഹനത്തിന്റെ പേരാണ് പുഷ്പക്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ സ്പെഡെക്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഏതെല്ലാം? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റായ സ്പെഡെക്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ചേസർ, ടാർജറ്റ് എന്നിവയാണ്. ചേസർ, ടാർജറ്റ് എന്നിവ. ചെറുകാട് പുരസ്കാരത്തിന് അർഹമായ നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേര്. ചെറുകാട് പുരസ്കാരത്തിന് അർഹമായ നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേരാണ് ഇന്ദ്രധനുസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇന്ദ്രധനുസ്. ചെറുകാട് പുരസ്കാരത്തിന് അർഹമായ നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേരാണ് ഇന്ദ്രധനുസ്. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം ആരുടേതാണ്? അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം ആരുടേതാണ്? MK സാനുവിൻ്റെതാണ്. MK സാനു. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം ആരുടേതാണ്? MK സാനു. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ആര്? ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി ആര്? രാമകൃഷ്ണൻ ശിവസ്വാമിയാണ്. രാമകൃഷ്ണൻ ശിവസ്വാമി. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരം. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരമാണ് മനോരഥം. മനോരഥം. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരത്തിന്റെ പേരാണ് മനോരഥം. 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ശാസ്ത്രജ്ഞൻ. 2025 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായിട്ട് ഭാരത് രത്ന ലഭിച്ച ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ ആണ്. ഓപ്ഷൻ സി MS സ്വാമിനാഥൻ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ എസ് ഫൈസി. ഡോക്ടർ എസ് ഫൈസി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ആരാണ്? ഡോക്ടർ എസ് ഫൈസി. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ആര്? ഷീന റാണിയാണ്. ഷീന റാണി.
2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് KS ചിത്ര. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത കാമ്യ കാർത്തികേയൻ. നഗരത്തിൽ രാത്രിയെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസമൊരുക്കുന്ന പദ്ധതി. നഗരത്തിൽ രാത്രിയെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസമൊരുക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട്. പദ്ധതിയുടെ പേര് എൻ്റെ കൂട്. ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് ആര്? ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് കുടുംബശ്രീ. ഓപ്ഷൻ ബി കുടുംബശ്രീ. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതി. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷം. പദ്ധതിയുടെ പേര് നക്ഷം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനമാണ് ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാൻ സജ്ജമാക്കിയ സംവിധാനമാണ് സഹജ. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായിട്ട് കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈന. വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാൻ പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ചത്. വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാനായിട്ട് പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. കൃത്യമായ വിള വിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം. കൃത്യമായ വിള വിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. കൃത്യമായ വിള വിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത് അംഗം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത് അംഗം ഇസ്രായേലാണ്. കർഷകരിൽ നിന്ന് എല്ലാ വിളകളും MSP നിരക്കിൽ വാങ്ങുന്ന ആദ്യ സംസ്ഥാനം. കർഷകരിൽ നിന്ന് എല്ലാ വിളകളും MSP നിരക്കിൽ വാങ്ങുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഹരിയാന. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനമാണ് അരിസോണ. നാറ്റോ രൂപീകരിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? നാറ്റോ രൂപീകരിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? 75-ാം വാർഷികമാണ്. 75-ാം വാർഷികം.
2024 റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. 2024 റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാനാണ്. ഒമാൻ. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം. റോക്കറ്റിന്റെ പേര് SR-75. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ജർമ്മനിയാണ്. ജർമ്മനി. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യ. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്ന നഗരം. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? പാരീസിലാണ്. പാരീസ്. ഇന്ത്യൻ ആർമിയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര്. ഇന്ത്യൻ ആർമിയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര് വിജയ് ദുർഗ്. ഇന്ത്യൻ ആർമിയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്ന കേന്ദ്ര പദ്ധതി. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് ഭാരത് ജൻ. പദ്ധതിയുടെ പേര് ഭാരത് ജൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യൻ ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫി. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യൻ ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫി ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി. ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി. ലോകത്തിലെ ആദ്യത്തെ മലയാളം സ്പോർട്സ് ക്രോണോഗ്രാഫ് വാച്ച്. ലോകത്തിലെ ആദ്യത്തെ മലയാളം സ്പോർട്സ് ക്രോണോഗ്രാഫ് വാച്ച് ഓളം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓളം. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷ്. ഡി ഗുഗേഷ്. 2027 പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത്. 2027 പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് റിയാദാണ്. സൗദി അറേബ്യയിലെ റിയാദാണ് പ്രഥമ ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത്. എപ്പോഴാണ് നടക്കുന്നത്? 2027. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ച വർഷം 2023 ആണ്. 2023 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ്? 50ാമത്തെ വാർഷികം ആഘോഷിച്ചത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? PT ഉഷ. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രം കണ്ണൂർ. ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാതൃകാ പ്രതിമ സ്ഥാപിച്ച സ്ഥലം. ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാതൃക എന്ന പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചത്? കാൺപൂരിലാണ്. കാൺപൂർ. പ്രതിമയുടെ പേര് മാതൃക. പ്രത്യേകത എന്താണ്? ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച പ്രതിമയാണ് മാതൃക സ്ഥാപിച്ചത് കാൺപൂർ. ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകുവാനുള്ള രാജ്യത്തെ ആദ്യ ലൈസൻസ് ലഭിച്ചത് ആർക്ക്? ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകുവാനുള്ള രാജ്യത്തെ ആദ്യത്തെ ലൈസൻസ് ലഭിച്ചത് ആർക്ക്? വൺവെബ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വൺവെബ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച പൗർണമി ഏത് വിളയാണ്? പൗർണമി എന്നത് ഏത് വിളയാണ് എന്നതാണ് ചോദ്യം. പൗർണമി നെല്ലിൻ്റെ ഇനമാണ്. നെല്ല്. വികസിപ്പിച്ചത് കേരള കാർഷിക സർവകലാശാല. IGBC സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ മൃഗശാല. IGBC സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ മൃഗശാല
ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്ക്. ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്കാണ് IGBC സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല. ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്ക്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്കു കപ്പൽ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പലാണ് സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ. നീതി ആയോഗ് SDG സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ. നീതി ആയോഗ് SDG സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും ഉത്തരാഖണ്ഡുമാണ്. കേരളവും ഉത്തരാഖണ്ഡുമാണ് നീതി ആയോഗ് SDG സൂചിക 2023-24 പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ. ലോക ജൈവ ഇന്ധന ദിനം. ലോക ജൈവ ഇന്ധന ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഓഗസ്റ്റ് 10. ഓഗസ്റ്റ് 10 ലോക ജൈവ ഇന്ധന ദിനമായിട്ട് ആചരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് വിൽപ്പന തുടങ്ങിയത്? കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് വിൽപ്പന തുടങ്ങിയത്? തൃശ്ശൂർ ജില്ലയിലാണ്. ഓപ്ഷൻ ബി തൃശ്ശൂർ. 2025 മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 2025 മന്നത്ത് പത്മനാഭന്റെ എത്രാം ജന്മദിനമാണ് ആചരിച്ചത്? 148ാം ജന്മദിനമാണ്. 148ാം ജന്മദിനം. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ്? സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ്? നാഷണൽ ഹൈവേ 1 നാഷണൽ ഹൈവേ 1 സോനാമാർഗ് തുരങ്കം. നാഷണൽ ഹൈവേ 1. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ? ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് ബോൾഗാട്ടിയിലാണ്. കൊച്ചിയിലെ ബോൾഗാട്ടിയിലാണ് ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത്. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 18. ഡിസംബർ 18 ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ആണ്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ 58ാമത് കടുവ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട ദേശീയോദ്യാനം ഏത്? ഇന്ത്യയിലെ എത്രാമത്തേതാണ്? 58ാമത്തെ കടുവ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട ദേശീയോദ്യാനം മാധവ് ദേശീയോദ്യാനമാണ്. മാധവ് ദേശീയോദ്യാനം. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, മാധവ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് കമന്റ് ചെയ്യുക. മാധവ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. 2025 ജനുവരിയിലെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്തു. അവ ഏതെല്ലാം? 2025 ജനുവരിയിലെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്തു. അവ ഏതെല്ലാം? ഓപ്ഷൻ ബി INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷീർ. INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷീർ എന്നിവയാണ് 2025 ജനുവരിയിൽ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ട യുദ്ധക്കപ്പലുകൾ. സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതം ആറളം വന്യജീവി സങ്കേതം. 2024 ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. 2024 ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. കേരള ഗ്രാമീൺ ബാങ്ക്.
അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ ഏതെല്ലാം? ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ ഏതെല്ലാം? 5 ഭാഷകൾക്കാണ് ലഭിച്ചത്. മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. അരുന്ധതി റോയുടെ ആദ്യ ഓർമ്മക്കുറിപ്പ് ഏതാണ്? അരുന്ധതി റോയുടെ ആദ്യത്തെ ഓർമ്മക്കുറിപ്പ് ഏതാണ്? മദർ മേരി കംസ് ടു മീ എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മദർ മേരി കംസ് ടു മീ. ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആരുടേതാണ്? ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി വേണു നായർ. ഓപ്ഷൻ ബി വേണു നായർ. കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ ഏത്? കോളറ പ്രതിരോധിക്കുന്നതിനായിട്ട് ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിനാണ് ഹിൽകോൾ. ഹിൽകോൾ വാക്സിൻ വികസിപ്പിച്ചത് ഭാരത് ബയോടെക്. എന്തിനെതിരെയുള്ള വാക്സിനാണ്? കോളറ പ്രതിരോധിക്കുന്നതിനായിട്ടുള്ള വാക്സിനാണ് ഹിൽകോൾ. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ സ്ഥലങ്ങൾ. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കടലുണ്ടിയും കുമരകവുമാണ്. കടലുണ്ടി, കുമരകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ്. കൊച്ചി വാട്ടർ മെട്രോ. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഗ്രഹം വഴി ഇന്റർനെറ്റ് നൽകാൻ സ്പേസ് എക്സ് അവതരിപ്പിച്ചത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഗ്രഹം വഴി ഇന്റർനെറ്റ് നൽകാൻ സ്പേസ് എക്സ് അവതരിപ്പിച്ചത്? സ്റ്റാർലിങ്ക് മിനിയാണ്. സ്റ്റാർലിങ്ക് മിനി. 2026 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്താണ്. മൊറോക്കോയിലെ റബാത്ത്. ഇന്ത്യയിൽ ആദ്യമായി ആന്റി ഡ്രോൺ സുരക്ഷാ സംവിധാനം സ്ഥാപിച്ച തുറമുഖം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആന്റി ഡ്രോൺ സുരക്ഷാ സംവിധാനം സ്ഥാപിച്ച തുറമുഖം കാട്ട്ല തുറമുഖമാണ്. കാട്ട്ല തുറമുഖം. കേരളത്തിലെ ആദ്യത്തെ സിലിക്കൺ പ്രൂവ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പിൻ്റെ പേര്. കേരളത്തിലെ ആദ്യത്തെ സിലിക്കൺ പ്രൂവ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പാണ് കൈരളി. കൈരളി AI ചിപ്പ്. കൈരളി AI ചിപ്പ്. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരവായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. 2025 ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത് ആര്? 2025 ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത് ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. 2025 ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.